സത്യത്തിലേ ഇപ്പോൾ വിനയനെ സംബന്ധിച്ചുള്ള ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് നമ്മളുടെ ഈ ഫേസ്ബുക്ക് വഴി വരുന്ന സോഷ്യൽ മീഡിയ വഴി വരുന്ന പോസ്റ്ററുകൾ ഇതിലൊക്കെ എപ്പോഴും വിനയ് ഇതിലൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് നിലനിർത്തിയിട്ടുണ്ട്. അത് എല്ലാവരിലും അത് പൊതുവേ ആളുകളും പറയുന്നുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഈ എന്തായിരുന്നു അതിൻ്റെ പല അങ്ങനത്തെ പ്രൊമോകളും നല്ല രസമുണ്ടായിരുന്നു. ഒരു പുതിയ ഡയറക്ടർ ഷെറി അത്രയും ആളുകളുടെ വെൽ നോൺ ആയിട്ടുള്ളൊരു ആളൊന്നുമല്ല, ഒരു ഡയറക്ടറല്ല. എന്നിട്ട് പോലും ആ പടത്തിൽ കാര്യമായ ഒന്നുണ്ടെന്നു അത് വിനയനെ അത്രയും എക്സൈറ്റ് ചെയ്യിപ്പിച്ചുള്ളൊരു സംഭവമാണെന്നുള്ളത് പലപ്പോഴും അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യില്ല. അത് ശരിക്കും എന്താണ് അതിൽ ഒന്ന് ബേസിക്സ് ആണ് കേട്ടോ. ഈ എന്താ പറയുക, ഈ ഷെറിച്ചേട്ടനും ഷൈജു അദ്ദേഹം ചേട്ടനോ അനിയനോ അല്ലേ പടം ഡയറക്ടർ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ഇമ്പ്രസ് ചെയ്തൊരു ഏരിയ എന്താ പറയുക, ഒന്നിപ്പോൾ തുറന്ന് പറയുകയാണെങ്കിൽ പച്ചയായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ക്യാരക്ടറാണ്. അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് ഇത്ര ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടർ ഇന്ന് വരെ മലയാള സിനിമയിൽ കിട്ടിയിട്ടില്ല. ഇതിനു മുമ്പ് ഞാൻ അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം കിട്ടിയ ഷട്ടർ എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു. കാര്യം നമ്മളല്ലാണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളെ സ്ക്രീനിൽ ചെയ്യുന്നൊരു സാധനം ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ചെയ്യുന്ന മറ്റു പല ക്യാരക്ടേഴ്സിനോട് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം കിസ്മത്തിൽ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്തു, എനിക്ക് ആ ക്യാരക്ടർ ഇഷ്ടമാണ്. അല്ലെങ്കിൽ സിനിമ കമേഴ്ഷ്യലി നല്ല സക്സസ്ഫുൾ ആയ പടമായിരുന്നു കിസ്മത്ത്. അപ്പോൾ പക്ഷെ ആ ക്യാരക്ടർ ഇൻട്രസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ നല്ല ഡെപ്തുള്ള ക്യാരക്ടർ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാം. ഹലോ സാർ, എനിക്ക് ഇയാളെ അറിയാം, അല്ലെങ്കിൽ ഈ പോലീസുകാരനെ എനിക്കറിയാം, അല്ലെങ്കിൽ എന്നിൽ കുറേ ആ പോലീസുകാരൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഗോഡ്സെ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, എനിക്കൊരു ബന്ധമില്ല. ഒന്നും ഞാൻ ഭയങ്കര ഗാന്ധി ഫാനല്ല. ലൈക്ക് ഞാൻ ഈ സ്കൂളിൽ പഠിച്ച ഗാന്ധിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഞാൻ ഡ്രങ്കേഡല്ല, ഞാൻ കള്ളു കുടിച്ചിട്ടില്ല ലൈഫിൽ. ഞാൻ സിനിമയുടെ ഒരു 25% ഫുൾ ഓൺ ഡ്രങ്കേഡാണ്. പിന്നെ ഈ കഥാപാത്രത്തിൻ്റെ ഒരു ഇമോഷണൽ ജേണി ഉണ്ടല്ലോ, ഒരു നടന് സഞ്ചരിക്കാവുന്ന എല്ലാ ഇമോഷൻസിലും കൂടി ഇയാൾ പോകുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് ഭയങ്കര സ്ട്രേഞ്ചാണ്. ഇത് ഈ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കുന്നതിൻ്റെ ഡയറക്ടർ തന്നെയാണ്. കാര്യം ഞാൻ ഒരുപാട് മറ്റു പല സിനിമകൾ അഭിനയിക്കുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റൊക്കെ ഒരു 3 തവണ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഡയറക്ടർ പറഞ്ഞാൽ മതി, പിന്നെ അത് വേണ്ട കേട്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ ബാക്കിയെല്ലാം നമ്മൾ അങ്ങോട്ട് ചെയ്തു പോകുന്നതല്ലേ. ഈ സിനിമയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഷെറിച്ചേട്ടൻ്റെ ഭയങ്കര ഗൈഡൻസ് ഉണ്ടായിരുന്നു. കാര്യം ഷെറിച്ചേട്ടൻ ഞാൻ സ്കൂളിൽ പഠിക്കുന്നതാണ് ശരിക്കും ഈ കാലഘട്ടത്തിൽ, ഈ നമ്മളിപ്പോൾ സിനിമയിൽ പറയുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ ഷെറിച്ചേൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, ഇതിൽ ഒരുപാട് ഇമോഷണൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ട് ഈ ക്യാരക്ടറിൻ്റെ. അപ്പോൾ ഈ ഇമോഷണൽ ബ്രേക്ക് ഡൗൺസ് ഒക്കെ നമ്മൾ ആലോചിച്ചിരുന്നത്, അതായത് ഇത്ര അധികം പരിമിതിയാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ലൊക്കേഷൻ ഇല്ല, നമ്മൾ പറയുന്ന എക്യുപ്മെൻറ്റ്സ് ഇല്ല, ഒരു താരമില്ല ഈ സിനിമയിൽ, പിന്നെ ഒരു ഡയറക്ടർ എന്നൊരു സ്റ്റാർ ഡയറക്ടർ അല്ല, പ്രൊഡ്യൂസേഴ്സ് പുതിയ ആളുകളാണ്. അപ്പം മൊത്തം പരിമിതികളാണ്. പിന്നെ അതുകൂടാണ്ട് പക്ഷേ ഈ പറയുന്ന എല്ലാ വ്യക്തികളും ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള സിനിമയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു പറ്റം നല്ല മനുഷ്യരുമാണ്. അപ്പോൾ ഈ കൂട്ടായ്മ വരുമ്പോൾ നമ്മൾ എങ്ങനെ നമുക്കിത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അപ്പം ഞാൻ എൻ്റെ മാക്സിമം കൊടുത്തിരുന്നു. ഞാൻ ഇത്ര സത്യസന്ധമായിട്ട് വേറൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. കാര്യം ഓരോ ഷോട്ട് ചെയ്യുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ആ ക്യാരക്ടറിൻ്റെ മാനസികാവസ്ഥയിലേക്ക് അടുത്ത് നിന്നിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഷോട്ടിൽ കൂടി നമ്മൾ കളവ് പറഞ്ഞിട്ടില്ല. ഇപ്പം ബ്രേക്ക് ഡൗൺ ഷോട്ട്സ് ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഏരിയയിൽ കരയുന്നുണ്ട് ഈ ക്യാരക്ടർ. അപ്പോൾ ആ ഓരോ കണ്ണീരും എൻ്റേതാണ് ശരിക്കും. ഞാൻ ഗ്ലിസറിൻ യൂസ് ചെയ്തിട്ടില്ല ഈ സിനിമയിൽ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഏരിയയിൽ എനിക്ക് ഭയങ്കര കണക്ടിവിറ്റിയുള്ള ഒന്ന് സിനിമ എന്നുള്ള തരത്തിലും, പിന്നെ ഗോഡ്സെ ഗ്രൂപ്പിനോടും ഭയങ്കര കമ്മിറ്റ്മെൻ്റാണ്, സിനിമയോടും ക്യാരക്ടറിനോടും. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഒരിക്കലും ഒരു സിനിമ ചെയ്യുന്ന പോലെ അല്ലല്ലോ ചെയ്തിട്ടില്ല. പക്ഷെ എന്നറിയാം, ഒരാളില്ല കാണാൻ. ശ്രദ്ധിച്ചിട്ടില്ല, ഗോഡ്സെയുടെ ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ സിനിമ ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ട് വന്ന് നിന്നിട്ടില്ല. കാര്യം നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ഒരു പറ്റ നാടകക്കാരും അല്ലേ. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും ഈ സിനിമ നമ്മളോട് ഭയങ്കര ഇമോഷണലി റിലേറ്റഡ് ആണ്. അപ്പൊ അതിൻ്റെ ഒരു അടുപ്പം, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഫേസ്ബുക്കിൽ ഗോഡ്സെ വരണു, അല്ലെങ്കിൽ ഗോഡ്സെ ഇങ്ങനെ ചെയ്തു, ഗോഡ്സെ അങ്ങനെ ചെയ്തു, ആ സാധനങ്ങളൊക്കെ. കാര്യം എനിക്കറിയാം ഇതിന് ഭയങ്കര ഒരു പബ്ലിസിറ്റിയോ പ്രൊമോഷനോ ഉണ്ടാകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഇതൊരു വലിയ കമേഴ്ഷ്യൽ ഈ ലോഞ്ചൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ പിന്നെ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തൊരു ക്യാരക്ടറും ഇത്ര ക്യാരക്ടറിന് റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് റിവ്യൂസ് വരുന്നതിലൊക്കെ നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മളുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്നൊക്കെ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് കാണുന്ന ആളുകളെ ഈ സിനിമ കാണിക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ടല്ലോ. കാര്യം നല്ല റെസ്പോൺസ് ഉണ്ട്. കാര്യം എപ്പോഴും ഒരു പെർഫോമൻസ് വാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ കേട്ടോ, മികച്ച ഒരു പോപ്പുലർ സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ച ആളാണ് നല്ല പെർഫോമർ. വേറെ ഒരുപാട് സിനിമകളിൽ നല്ല പെർഫോമൻസസ് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അതൊന്നും അടിസ്ഥാനമാകുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഒരു അവാർഡ് കാറ്റഗറി, ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് അടക്കം
കുറച്ചും കൂടെ പോപ്പുലർ ആയിട്ടുള്ള സിനിമകളിൽ മികച്ച അഭിനയം കാഴ്ചവെക്കുന്ന ആളുകളിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആളുകൾ കാണുക, നമ്മൾ ഇത്ര എഫേർട്ട് എടുത്തത് ആളുകളേക്ക് എത്തിക്കുക എന്നുള്ള ശ്രമം